ഒരിക്കൽ മരണവും ജീവനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഇരുവരുടെയും സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഈ മരണം ജീവനോട് ചോദിച്ചു, സുഹൃത്തെ, നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, നിന്നോട് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ ഈ മരണമാകുന്ന എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നോട് എല്ലാവർക്കും ദേഷ്യമാണ്. അതെന്താ കാരണം? ചോദ്യം കേട്ട ജീവൻ മരണത്തോട് മറുപടി പറഞ്ഞു. ആ മറുപടി ഇങ്ങനെയാ: അതെ മരണമേ, ഞാൻ ജീവൻ, എന്നിൽ മനോഹരങ്ങളായ അസത്യങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത്. അസത്യം നിറഞ്ഞതാണ്, പക്ഷെ ഞാൻ മനോഹരമെന്ന് തോന്നുന്നു. പക്ഷെ മരണമാകുന്ന നീ വേദനയാണ്, വേദനിപ്പിക്കുന്നതാണ്. പക്ഷെ നിന്നിലൊരു സത്യമുണ്ട്, അതാണ് തിരിച്ചറിയേണ്ടത്. അപ്പൊ ഒരു പക്ഷെങ്കിൽ മരണത്തിന്റെ ചോദ്യം വളരെ വേദനിപ്പിക്കുന്ന ചോദ്യമായിരിക്കാം. പക്ഷെ ജീവന്റെ മറുപടി എന്ന് പറയുന്നത് മരണത്തെ ചിന്തിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്ന, നിലനിൽക്കുന്ന നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എത്ര മനോഹരമാണെങ്കിലും സാഹചര്യത്തിനൊത്ത് അസത്യവാദികളായിട്ട് വാഴാനും ജീവിക്കാനും ഓന്തിനെ പോലെ നിറം മാറി ജീവിതത്തെ മാറ്റിമറിക്കാനും യാതൊരു ഭയവും ലജ്ജയും ഇല്ലാത്ത ഒന്നാണ് ജീവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ അതിനകത്തൊരു സത്യമുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ലഘുവായ സന്ദേശം ഈ ഒരു ചോദ്യത്തിലൂടെ, ഈ ഒരു സ്റ്റോറിയിലൂടെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ജീവിത സത്യമായി മാറണം. നമുക്ക് ആസ്വദിച്ച് കഴിയാനുള്ള സാഹചര്യം ദൈവം തന്നിരിക്കുമ്പോൾ അതിന്റെ ഒടുവിൽ മരണം എന്ന സത്യം നമ്മളെ തേടിയെത്തും എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെ മറികടന്ന്, അതിനെ ഓവർടേക്ക് ചെയ്ത്, അതിനെ വേണ്ടെന്ന് വെച്ച് ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഭിനയം പോലെ ജീവിതത്തെ കൊണ്ടു നടക്കാതെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ മനോഹരമായിട്ട് നമ്മൾ എത്ര അഭിനയിച്ചാലും അസത്യം നിറഞ്ഞ ഒരു അനുഭവമാണ് നിന്റേതെങ്കിൽ ഒരു പക്ഷെങ്കിൽ ആളുകൾ കൈയടിക്കും, പ്രോത്സാഹിപ്പിക്കും, നിന്റെ കൂടെ ചിരിക്കാൻ ആളുകൾ ഉണ്ടാവും, നിന്നെ ഉത്സാഹിപ്പിക്കാൻ ആളുണ്ടാകും. പക്ഷെ നിന്നിൽ നിറഞ്ഞിരിക്കുന്നത് അസത്യമാണ് എന്നുള്ള സത്യം ഞാൻ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. മരണമെന്ന് പറഞ്ഞു വേദനയാണ്, പക്ഷേ അതിന് പറയാനുള്ളൊരു കരുത്തായ ഉത്തരമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. മരണം വേദനയാണെങ്കിലും അതിനകത്തൊരു സത്യമുണ്ട് എന്നുള്ളത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? അസത്യങ്ങൾ മാറ്റിയിട്ട്, അവിശ്വസ്തതകൾ മാറ്റിയിട്ട്, സാഹചര്യത്തിനനുസരിച്ച് അഭിനയം നടത്തി മറ്റുള്ളവരുടെ ആ ആശംസകളും മറ്റുള്ളവരുടെ കയ്യടിയും കോരി വാങ്ങി കൂട്ടുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം അല്പമുള്ളെങ്കിലും അത് സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ, വിശ്വസ്തയോടെ, സത്യത്തോടെ അത് നയിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സത്യത്തിന് കൂട്ടുനിൽക്കുന്നവരായിട്ട്, സത്യത്തിന് നിലനിൽക്കുന്നവരായിട്ട്, സത്യത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നവരായിട്ട് നമുക്ക് മുന്നേറാൻ കഴിയട്ടെ. അതിന് കഴിയുന്ന ഒരു പോംവഴി നമുക്ക് ലഭ്യമാകണമെങ്കിൽ സത്യവാനായ ദൈവത്തോട് ഞാനും നിങ്ങൾ ചോദിക്കണം, ദൈവമേ, ഒരു സത്യവാനായിട്ട്, ഒരു വിശ്വസ്തനായിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് കരുത്ത് തരണം, അതിനുള്ള പ്രാപ്തി എനിക്ക് തരണം, അതിനുള്ള ത്രാണി എനിക്ക് തരണം. ആരെയും മുറിവേൽപ്പിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ ആയ ഒന്നായിട്ടല്ല, മറിച്ച് ഒരു പക്ഷെങ്കിൽ ഞാൻ പുറമോടിയിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ടാകാം. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള അസത്യങ്ങൾ സത്യമാക്കി സത്യമാർഗത്തിലൂടെ മറ്റുള്ളവരെ പരിപോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ഉൾക്കൊള്ളുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, താങ്ങി നിർത്തുന്ന ഒരു നല്ല അനുഭവത്തിന് ഉടമയാക്കി എന്നെ മാറ്റണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവം അതിനുവേണ്ടി നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.